ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. പൃഥ്വിരാജ് സുകുമാരനെ പ്രധാന വേഷത്തിലാക്കി റോർഷാക്ക് ഫെയിം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് ഐ നോബഡി. അതിൻ്റെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. പാട്രിയോട്ടിൻ്റെ കൂടെ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ടീസർ നമുക്കൊന്ന് കണ്ടുപോകാം. വളരെ പ്രതീക്ഷയിലുള്ള ഒരു പൃഥ്വിരാജ് സിനിമ കൂടെയാണ് ഐ നോബഡി. സുപ്രിയ മേനോൻ പ്രസൻസ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്. ഫ്രം സുപ്രിയ മേനോൻ. നിസാം ബഷീർ. ഇത് നിസാം ബഷീർ നേരെ റോർഷാക്ക് മമ്മൂക്കയുടെ ചിത്രം ചെയ്ത സംവിധായകനാണ്. കെട്ടിയോളാണ് എൻ്റെ മാലാകയും ചെയ്തിട്ടുള്ള പുള്ളിയാണ്. ആൻഡ് പാർവതി തിരുവോത്ത് കുറേ നാളുകൾക്ക് ശേഷം നായികയായെത്തുന്ന ഒരു ചിത്രം കൂടെയാണ് ഈ ഐ നോബഡി. ഒരു മണി ഹേസ്റ്റ് അതുപോലത്തെ സെറ്റപ്പ് ഒക്കെ വരുമെന്നൊക്കെയാണ് ഭയങ്കര ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാലും പൊളിറ്റിക്കൽ വിഷയം സംസാരിക്കുമെന്നും പറയുന്നുണ്ട്. ടീസർ ഇന്നലെയും ഇടയ്ക്കൊക്കെ ലീക്കായെന്നൊക്കെ ഉള്ള ടോക്കൊക്കെ വരെ ഉണ്ടായിരുന്നു. ബട്ട് ഏതോ തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്തതായിരുന്നു. അത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. ബാങ്ക് നോബഡി ഐ നോബഡി. ബാങ്ക് ഹിസ്റ്ററി. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടിയും തപ്പി നടക്കുമ്പോൾ പാർവതി ആ കട്ട കാശും കൊണ്ട് തന്റെ ഭാര്യയുമായി സുഖിക്കുകയായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് അത്ര ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. നല്ല പണിയെടുക്കേണ്ടി വരും. ജൂലൈയിലാണ് സിനിമ വരുന്നത്. അപ്പം ജൂലൈയിലാണ് സിനിമ റിലീസാവുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്ന ജെയ്ക്സ് ബിജോയാണ്. ടീസർ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ സാധനം. അതായത് ഒരു ഓർഡിനറി സാധനം. എനിക്ക് കണ്ടപ്പോൾ ആ ഒരു പേരും ഒരു വെറൈറ്റി ആയിട്ട് ഐ നോബഡി, ഞാൻ ആരുമല്ല. അത് ഒരു സെറ്റപ്പ്, അല്ലെങ്കിൽ ആരും അറിഞ്ഞുകൂടാത്ത ഈ ഞാൻ പറഞ്ഞ ഒരു ബാങ്ക് റോബറി മണി ഹീസ്റ്റ് ടൈപ്പുള്ള ഒരു സാധനമൊക്കെ ആണെന്ന് നേരത്തെ ഒരു ടോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ടീസറിലും കാണിക്കുന്നത്. ആൻഡ് പൃഥ്വിയുടെ ആ ഫിസിക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. പൃഥ്വി കാണുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ഷേവൊക്കെ ചെയ്ത് ആ മീശ മാത്രമായിട്ട് ഈ ഒരു ലുക്കിലൊക്കെ നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഐ നോബഡിയുടെ ഈ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു വെറൈറ്റി ഫീൽ ചെയ്ത്, ഒരു ലുക്ക് ഫീൽ ചെയ്ത്. ഇതിൻ്റെ ഈ പടം ഇങ്ങനെ ഇരിക്കണം, ഒരു കണ്ണാടി, ഒരു പ്രൊഫസർ ലുക്ക് കണ്ണാടി വെച്ചെന്ന ടോക്കെല്ലാം വരെ ഉണ്ടായിരുന്നു. ആൻഡ് നിസാം ബഷീറിനിൽ വളരെ എക്സ്പെക്റ്റഡ് ആണ്. കാരണം പുള്ളി കെട്ടിയോളാണ് മല കഴിഞ്ഞ് റോർഷാക്ക് കഴിഞ്ഞ് ഇപ്പം ഈ ഐ നോബഡി ചെയ്യുവാണ്. അപ്പോൾ ഒരു നല്ല സിനിമ പുള്ളിയുടെ കയ്യിൽ നിന്ന് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് അവസാനം അത് കത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം ഇപ്പോഴും പറയണം, ഇപ്പം മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു മ്യൂസിക് ഡയറക്ടർ, ഇപ്പോൾ BGM ആയാലും പാട്ടായാലും ട്രെൻഡിങ് ആയാലും വൈറലായാലും ഇപ്പോൾ ഉള്ളത് ജെയ്ക്സ് ബിജോയാണ്. ആ ജെയ്ക്സ് ബിജോ തന്നെയാണ് ഐ നോബഡിയിലും വരുന്നത്. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം പാർവതി തിരുവോത്ത് നായിക വേഷത്തിലെത്തുന്നുണ്ട്. ഇതല്ലാതെ അർജുൻ അശോകൻ വരുന്നുണ്ട്, ഹക്കീം ഷാജഹാൻ, അശോകൻ, ഇവരൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ ഗണപതി, വിനയ് ഫോർട്ടൊക്കെ വരുന്നുണ്ട്. ബട്ട് ഇപ്പോൾ റീസെൻ്റ് ഒരു വീഡിയോയിലുണ്ട് ഗണപതിക്ക് എന്തോ ഒരു ആവശ്യത്താൽ അല്ലെ എന്തോ ഒരു ഷൂട്ടിംഗ് ഇഷ്യൂ കാരണം നോബഡിയിൽ അഭിനയിക്കാൻ കഴിയാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇൻ്റർവ്യൂ, ഒരു സംസാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എത്രമാത്രം കറക്റ്റാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ലുക്കുമാൻ വരുന്നുണ്ട്. മൊത്തത്തിൽ ജൂലൈയിലാണ് സിനിമ വരുന്നത്. നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമ കൂടിയാണ്. ടീസറും അടിപൊളിയായിട്ടുണ്ട്. ഒരു ലക്കി ഭാസ്കർ നമ്മൾ കണ്ടില്ലേ, പക്ഷെ ലക്കി ഭാസ്കറിൽ എനിക്ക് തോന്നുന്നു ഫൈറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതിൽ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് അഗ്രസീവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടമായിരിക്കാണ് സൂര്യ. കാരണം ആ 2-3 സീനൊക്കെ തോന്നിയപ്പം ലക്കി ഭാസ്കർ കണ്ടതുപോലെയൊക്കെ ഒരു ഫീൽ ചെയ്തു. ബട്ട് സെയിം സാധനം എന്നല്ല ഞാൻ പറയുന്നത്, അവിടുത്തെ ഒരു സീൻ റിസംബ്ലൻസ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കും. ബിറ്റ്വീൻ ട്രെയിലർ ടീസർ സൂപ്പറായിട്ടുണ്ട്. നിസാം ബഷീറിൻ്റെ അടുത്ത് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു മണി ഹേസ്റ്റ് അതുപോലത്തെ ഒരു പടങ്ങൾ, ഒരു ത്രില്ലിങ് എൻഗേജ്മെന്റ് ആയിട്ടുള്ള ഒരു പടം വരണം. കാരണം കള്ളൻ ഇവനാണെന്ന് അറിഞ്ഞിട്ടും പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സാധനം എവിടെയാണെന്ന് അറിഞ്ഞുകൊടുത്തുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് കുറച്ച് എൻഗേജ്മെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുക. എന്ത് വെച്ചാലും ടീസർ അടിപൊളിയായിട്ടുണ്ട്. ടീസർ നല്ല രീതിക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പടം ജൂലൈയിലാണ് സിനിമ വരുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഖലീഫ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നു ഖലീഫയെക്കാളും ഹൈപ്പ് ഐനോബഡിക്കാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
ബട്ട് ഖലീഫയ്ക്കും ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ഐനോബഡി ഒരു വെറൈറ്റി ഒരു സാധനം വരുന്ന ഒരു ഫീല് തോന്നി, ഒരു പ്രത്യേക ഇഷ്ടം കാണിക്കുന്നുണ്ട്. ഐ മീൻ എനിക്കും ഐനോബഡി ആയിട്ട് ഒരു താല്പര്യം വരുന്നുണ്ട്. കാരണം എന്താ പറയുക, ഈ ഒരു സെറ്റപ്പ് തോന്നുന്ന ഒരു മണിയേഴ്സ് സാധനങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു തോന്നൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് ഇല്ലാതെ പടം എടുത്താൽ ക്ലിക്കാവും. പോരാന്ന് പൃഥ്വിരാജിനെ ആ ഒരു ഇതിൽ കാണുമ്പോഴും ഇപ്പൊ തന്നെ നല്ല ഫിസിക്കുമായിട്ടൊക്കെ നിൽക്കുകയാണ് ഖലീഫ ഷൂട്ടിങ്ങിലൊക്കെ. എന്തായാലും നമ്മൾ കണ്ടു നോക്കാം. ജൂലൈയിലാണ് സിനിമ വരുന്നത്. ബട്ട് ദ ടീസർ വാസ് ആബ്സല്യൂട്ട്ലി സൂപ്പർ.